A very good morning to one and all. You myself Safad. നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസ് ആൻഡ് ഡിസൈൻ്റെ അകത്തെ കുറച്ച് ഡയഗ്രാംസിനെ പറ്റിയാണ്. അതുപോലെ തന്നെ കുറച്ച് സെറ്റ്സ് ഓഫ് റിലേഷൻഷിപ്സ്, കുറച്ച് ടെർമിനോളജീസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് ഒരു യൂസ് കേസ് ഡയഗ്രാം എന്താ നമ്മൾ കണ്ടിരുന്നു. എന്തായിരുന്നു യൂസ് കേസ് ഡയഗ്രാം വരുന്നത്? യൂസ് കേസ് ഡയഗ്രത്തിൻ്റെ അകത്ത് നമുക്ക് രണ്ട് എൻറ്റിറ്റീസ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. നമുക്കൊരു ആക്ടർ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഉണ്ടായിരിക്കും. ആ ആക്ടറിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് യൂസ് കേസസും കാണും. ഇതായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നത് ഒരു ആക്ടർ, അതുപോലെ തന്നെ കുറച്ച് യൂസ് കേസസ്. ഇതായിരുന്നു നമ്മുടെ യൂസ് കേസ് ഡയഗ്രത്തിന് നമ്മൾ പറഞ്ഞിരുന്നത്. ആക്ടർ ഓരോ ആക്ഷൻസ് പെർഫോം ചെയ്യുന്നു, കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂസ് കേസസ് അനുസൃതമായിട്ട്. ഓക്കെ, അതായത് നമ്മുടെ UML ഡയഗ്രത്തിന്റെ ഫസ്റ്റിൽ വരുന്ന ഡയഗ്രമാണ് യൂസ് കേസ് ഡയഗ്രാം. നമ്മൾ ഇന്ന് നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് ഡയഗ്രാം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓൾറെഡി നമ്മൾ യൂസ് കേസ് ഡയഗ്രത്തിൻ്റെ അകത്ത് നമ്മൾ യൂസ് കേസസിനെ എങ്ങനെയായിരുന്നു ഒരു ഓവൽ ഷേപ്പിലായിരുന്നു നമ്മൾ ഡിഫൈൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള യൂസ് കേസസിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ ബിഹേവിയർ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു സെറ്റ് ഓഫ് ഡയഗ്രമാണ് ക്ലാസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇത് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺസെപ്ഷൻ മോഡൽ, ഒരു സിസ്റ്റത്തിന്റെ ഒരു കൺസെപ്റ്റ്, ഒരു മോഡൽ ഓഫ് എ സിസ്റ്റം അതിനുവേണ്ടി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന്റെ എന്തൊക്കെ എൻറ്റിറ്റീസ് ആണ് അതിനകത്തുള്ളത്, അതുപോലെ തന്നെ ഓരോ എൻറ്റിറ്റിയും അതിന്റെ റിലേഷൻഷിപ്പിനെയും കൂടെ ഡീറ്റെയിൽ ആയിട്ട് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് ക്ലാസ് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ് ഡയഗ്രത്തിനകത്ത് നമ്മൾ വരയ്ക്കുന്നതിന് മുമ്പായിട്ട് അതിനെ ശ്രദ്ധിക്കേണ്ട രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. ഈ രീതിയിലാണ് ക്ലാസ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂസ് കേസ് എന്ന് പറയുമ്പോൾ ഒരു ഓവൽ ഷേപ്പിലായിരുന്നു, പക്ഷേ ക്ലാസ് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ റെക്ടാംഗിൾ ഷേപ്പിലായിരിക്കും നമ്മൾ അതിനെ വരയ്ക്കുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് 3 സബ് ഡിവിഷൻസ് ഉണ്ടായിരിക്കും. ക്ലാസ്സിന് ഒരു പേരുണ്ടായിരിക്കും, അതുപോലെ തന്നെ ദർ ഇസ് ആൻ ആട്രിബ്യൂട്ട് ഈസ് ദർ, ദെൻ സർട്ടൻ ഓപ്പറേഷൻസ് ആർ ഓൾസോ ദർ. ക്ലാസ്സിനെ സംബന്ധിച്ച് 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന് റെക്ടാംഗിൾ ഷേപ്പിലായിരിക്കും, അതുപോലെ തന്നെ ക്ലാസ്സിന് ആദ്യമേ തന്നെ ഒരു നെയിം ഉണ്ടായിരിക്കും. ക്ലാസ്സിന്റെ പേര് നമ്മൾ ഇവിടെ തന്നെ മെൻഷൻ ചെയ്യാം. അതിനുശേഷം നമ്മൾ ആ ക്ലാസ്സിന്റെ അത് ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് ഉണ്ടോ അത് നമ്മൾ സെക്കൻഡ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നു. ഫൈനലി എന്തെങ്കിലും ഓപ്പറേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഉണ്ടോ അത് നമ്മൾ മെൻഷൻ ചെയ്യുന്നു. ഇത്രയാണ് നമ്മുടെ ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം നമ്മൾ ഈ സി പ്രോഗ്രാമിങ്ങിനകത്ത് ബൈ ഡിഫോൾട്ട് ആയിട്ട് അതിന്റെ ഡാറ്റ മെമ്പേഴ്സ് അതിൽ യൂസ് ചെയ്യുന്ന മെമ്പറുകളെല്ലാം തന്നെ പ്രൈവറ്റ് ആയിരിക്കും. അതിനെ നമുക്ക് പബ്ലിക് അല്ലെങ്കിൽ വേറൊരു ക്ലാസ്സിൽ അല്ലെങ്കിൽ വേറൊരു ഫംഗ്ഷനകത്ത് അതിന് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒരു ഡാറ്റ മെമ്പറിനെ നമ്മൾ പബ്ലിക് ആയിട്ട് ഡിഫൈൻ ചെയ്യണം. അത് നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ്സ് ആണ് പ്രൈവറ്റ് അല്ലെ പബ്ലിക് അല്ലെ പ്രൊട്ടക്റ്റഡ്. 3 രീതിയിലുള്ള ഐഡന്റിഫൈസ് ആണ് നമുക്ക് സി ലാംഗ്വേജിനകത്ത് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലാസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഒബ്ജക്റ്റ് ഓറിയന്റഡിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് കുറച്ച് മോഡിഫയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പബ്ലിക് ആണ് യൂസ് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അഡീഷൻ എന്ന് പറയുന്ന സിമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു എൻറ്റിറ്റി പബ്ലിക് ഉണ്ട്, ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് വിസിബിൾ ടു ഓൾ. അതുപോലെ ഹാഷ് ആണെങ്കിൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും, പ്രൈവറ്റ് ആണെങ്കിൽ മൈനസ് എന്ന രീതിയിലായിരിക്കും. നമ്മൾ ഡയഗ്രാംസ് ഡ്രോ ചെയ്യുമ്പോൾ അതിനെ പറ്റി കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ബൈ ഡിഫോൾട്ട് ആയിട്ട് എല്ലാ ആട്രിബ്യൂട്ട്സും ഹിഡൻ ആയിരിക്കും, പക്ഷെ ഓപ്പറേഷൻസ് വിസിബിൾ ആയിരിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബൈ ഡിഫോൾട്ട് ആയിട്ട് ക്ലാസ് ഡയഗ്രത്തിനകത്ത് എല്ലാ ഫംഗ്ഷൻസും അല്ലെ എല്ലാ ഓപ്പറേഷൻസും ഇറ്റ് ഇസ് വിസിബിൾ. ദാറ്റ് മീൻസ് ഇറ്റ് പബ്ലിക് ആയിരിക്കും, പക്ഷെ അതിനകത്ത് യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് അത് പ്രൈവറ്റ് ആയിരിക്കും, ഹിഡൻ ആയിരിക്കും. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ, ക്ലാസിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ രീതിയിലായിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു റെക്ടാംഗിൾ ഷേപ്പിലുള്ള ഒരു ഡയഗ്രാം എന്ന് പറഞ്ഞു. അതിനകത്ത് ക്ലാസിന്റെ പേര് ആദ്യമേ തന്നെ കാണും. അതിനുശേഷം വാട്ട് ആർ ദ ഡിഫറെന്റ് ആട്രിബ്യൂട്ട്സ് അതിനെപ്പറ്റി പറയണം. പിന്നെ നമ്മൾ ഫംഗ്ഷൻസ് അല്ലെ ഓപ്പറേഷൻസ്. ഇപ്പൊ ഇവിടെ തന്നെ ക്ലാസിന്റെ പേര് അക്കൗണ്ട് നെയിം എന്നുള്ളതാണ്. അതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ് ബാലൻസ് അല്ലെ കസ്റ്റമർ നെയിം. പല ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു ബാങ്കിന്റെ അക്കൗണ്ടിനെ സംബന്ധിച്ച് അതിന്റെ ഓപ്ഷൻ ടു ആഡ് സർട്ടൻ ഫണ്ട്സ് അല്ലെ വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെ ട്രാൻസ്ഫർ ഉണ്ട്. ഇതാണ് ഒരു ക്ലാസിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് രണ്ടാമതായിട്ട് വരുന്നതാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഓറിയന്റിനകത്ത് പല റിലേഷൻഷിപ്സ്. നമുക്ക് മെയിൻ ആയിട്ട് 2 രീതിയിലുള്ള റിലേഷൻഷിപ്സ് ആണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റിനകത്ത് OIDക്കകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് മെയിൻ ആയിട്ട് വരുന്നത് ജനറലൈസേഷൻ, അതുപോലെ തന്നെ അസോസിയേഷനും. ഈ ജനറലൈസേഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു പേരന്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും. അതായത് ഒരു ബേസ് ക്ലാസ് ഉണ്ടായിരിക്കും, അതിനെ ഡിറൈവ് ചെയ്ത് കുറച്ച് സബ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും, നമ്മുടെ ഇൻഹെറിറ്റൻസ് പോലെ തന്നെ. അതുപോലെ തന്നെ അസോസിയേഷൻ എന്ന് പറയുന്നതിനെ നമുക്ക് ഫർദർ ആയിട്ട് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇറ്റ് ക്യാൻ ബി ടേംഡ് ആസ് അഗ്രിഗേഷൻ ആൻഡ് കോമ്പോസിഷൻ ഓൾസോ. അപ്പൊ ആദ്യമേ തന്നെ എന്താണ് നമുക്ക് ജനറലൈസേഷൻ നോക്കാം. ജനറലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു പേരന്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും. അതായത് നമുക്കൊരു ബേസ് ക്ലാസ് ഉണ്ടായിരിക്കും, ഒരു പേരന്റ് ക്ലാസ് ഉണ്ടായിരിക്കും. ഈ ക്ലാസ്സിൽ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്നതായിരിക്കും 2 സബ് ക്ലാസ്സസ്. പിന്നെ നമുക്കൊരു പേരന്റ് എന്നുള്ള രീതിയിൽ, അല്ലെ ഇതിനെ നമുക്ക് ചൈൽഡ് 1 അല്ലെ ചൈൽഡ് 2 എന്ന് പറയുന്ന 2 ക്ലാസ്സായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് പറയാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജനറലൈസേഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു ആരോ മാർക്ക് വെച്ചിട്ടായിരിക്കും. അതായത് ഒരു ആരോ, ഒരു ഡയറക്റ്റഡ് ആരോ ആയിരിക്കും, അത് ബോൾഡ് ചെയ്യുന്നില്ല. ഈ ഒരു രീതിയിൽ ഷെയ്ഡ് ചെയ്യാത്ത ഒരു ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ആരോ ആയിരിക്കും. ഇതിൽ നമ്മൾ കാണിക്കുന്നത് ആരോ പേരന്റ് ക്ലാസ്സിനായിരിക്കും നമ്മൾ പോയിന്റ് ചെയ്യുന്നത്. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇത് മെയിൻ ആയിട്ട് നമ്മൾ പല ലെയറിലുള്ള അബ്സ്ട്രാക്റ്റിംഗ് ഡീറ്റെയിൽസ്, എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ പല ലെയറിലുള്ളതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു കേസിൽ കസ്റ്റമറിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ, കസ്റ്റമർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതലുള്ള കസ്റ്റമേഴ്സ് വേണം വരാം. ഈ കസ്റ്റമറിനെ നമുക്കൊരു പേരന്റ് ബേസ് ക്ലാസ് ആക്കി വെക്കുവാണെങ്കിൽ
കസ്റ്റമറിൽ നിന്ന് തന്നെ നമുക്കൊരു ക്ലാസിഫിക്കേഷൻ വേണം വരുത്താം. അതിന് ജനറലൈസ് ചെയ്ത് നമുക്ക് റെഗുലർ കസ്റ്റമർ അല്ലെങ്കിൽ ലോയൽറ്റി കസ്റ്റമർ, ഈ രണ്ട് രീതിയിലുള്ള കസ്റ്റമേഴ്സിനെയും കൂടെ നമുക്ക് വേണമെങ്കിൽ ജനറലൈസ് ചെയ്ത് സിംഗിൾ ആയിട്ട് ഒരു കസ്റ്റമർ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയിലേക്ക് നമുക്ക് മാപ്പ് ചെയ്യാം. ഇതാണ് ജനറലൈസേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ തന്നെ കണ്ടു, റെഗുലർ കസ്റ്റമർ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ലോയൽറ്റി കസ്റ്റമർ എന്ന് പറയുന്ന വേറൊരു ഡാറ്റ മെമ്പർ ഉണ്ട്. ഇതിനെ രണ്ടിനെയും കൊണ്ട് നമ്മൾ ജനറലൈസ് ചെയ്ത് നമുക്കൊരു കസ്റ്റമർ എന്ന് ഒറ്റ രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആരോ എന്ന് പറയുന്നത് ഡയറക്റ്റഡ് ആരോ ആണ്, ഷെയ്ഡ് ചെയ്യാത്ത ആരോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ ജനറലൈസേഷൻ. രണ്ടാമതായിട്ട് നമുക്ക് വരുന്നതാണ് ഒരു അസോസിയേഷൻ എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് ഒരു ക്ലാസ്സിൻ്റെ അകത്തുള്ള ഇൻസ്റ്റൻസസുകളെ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ക്ലാസ്സിൻ്റെ അകത്ത് വിത്തിൻ ദ ക്ലാസ്സിലുള്ള എൻറ്റിറ്റീസിനെ അല്ലെങ്കിൽ ഇൻസ്റ്റൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമുക്കൊരു കോഴ്സ് സ്റ്റുഡൻറ്റിൻ്റെ ഒരു കേസിലാണെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഒരു കോഴ്സിലേക്ക് എൻറോൾ ചെയ്യണം. ആ ഒരു കോഴ്സ് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ സേ ഫോർ എക്സാമ്പിൾ യു ആർ ഡൂയിങ് ദിസ് BCA റൈറ്റ്. ഇപ്പോൾ BCAയിൽ നമുക്ക് ഒരു കോഴ്സ് ഉണ്ട്, അതിൽ ഒന്നിൽ കൂടുതൽ സ്റ്റുഡൻസ് നമ്മൾ എൻറോൾ ചെയ്യുന്നു. ആ ഓരോ കോഴ്സിനും ഇത്ര സ്റ്റുഡൻസ് കാണും. ആ ഓരോ കോഴ്സിനെ സംബന്ധിച്ച് അവിടെ there will be എക്സാമിനേഷൻസ്, ലാബിൽ എക്സാംസ് ഉണ്ടായിരിക്കും, അല്ലെ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ, സീരിയസ് എക്സാം, പല രീതിയിലുള്ള എക്സാംസും ഉണ്ടായിരിക്കും. നമ്മളൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഒരു അസോസിയേഷൻ എന്ന് പറയുന്ന രീതി നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റിന്റെ കേസ് തന്നെയാണെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് ഒരു കോഴ്സിലേക്ക് എൻറോൾ ചെയ്യുമ്പോൾ ആ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് പുള്ളിക്ക് ഒരു റോൾ നമ്പർ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു കോഴ്സിനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു കോഴ്സിന് ഇപ്പോൾ സേ ഫോർ BCA തന്നെ നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് വാട്ട് ഇസ് സ്ട്രെങ്ത് 32 സ്റ്റുഡൻസോളം ആ ഒരു കോഴ്സിലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അതാണ് ഒരു അസോസിയേഷൻ എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ഇതിലേക്ക് എൻറ്റിറ്റിയിലേക്ക് നമ്മൾ കൂടുതൽ വരെ അസോസിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതാണ് ഒരു മൾട്ടിപ്ലിസിറ്റി അല്ലെ അസോസിയേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ അസോസിയേഷൻ്റെ കേസിൽ നമുക്ക് ഒന്നിക്കുള്ള കാര്യങ്ങൾ വരാം. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പം നമുക്കൊരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു ടാബ് നമ്മൾ എടുക്കുന്നു, അല്ലെങ്കിൽ പേഴ്സൺ എന്ന് പറയുന്ന വേറെ എൻറ്റിറ്റി എടുക്കുന്നു. ഒരു യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് ഒന്നിൽ കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അതാണ് 1 to many എന്നുള്ള രീതിയിൽ 1 to star ആണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഡാറ്റാബേസിന് അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. കാർഡിനാറ്റി റിലേഷൻഷിപ്സ് നമുക്ക് പല രീതിയിലുള്ള റിലേഷൻഷിപ്സ് ഉണ്ട്. 1 to 1 ഉണ്ട്, അല്ലെങ്കിൽ 1 to n ഉണ്ട്, 1 to many, അല്ലെ many to 1 എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള കാർഡിനാലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിലും അസോസിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ കേസിൽ അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റിയെ നമുക്ക് ഒരു ക്ലാസിന്റെ ഒരു ഇൻസ്റ്റൻസിനെ നമുക്ക് ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ട്സുമായിട്ട് നമുക്ക് വേണമെങ്കിൽ ലിങ്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇവിടുത്തെ തന്നെ യൂണിവേഴ്സിറ്റിക്ക് ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ പീപ്പിൾസ് ഉണ്ടാകാം. അതാണ് സ്റ്റാർ ഇട്ട് പേഴ്സൺ എഴുതുക, അതായത് ഒന്നിൽ കൂടുതൽ പേഴ്സൺസ് ഉണ്ടാകാം. അതുപോലെ തന്നെ ഒരു എംപ്ലോയറിന്റെ കേസിലാണെങ്കിലും യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് ഒന്നിൽ കൂടുതൽ എംപ്ലോയേഴ്സ്, പല രീതിയിലുള്ള എംപ്ലോയേഴ്സ് വരാം, ടീച്ചേഴ്സ് വരാം, ഫാക്കൾട്ടീസ് വരാം, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലുള്ളവർ വരാം. അപ്പോൾ അവർക്ക് പല റോളുകൾ വരാം. ടീച്ചർ റോൾ എന്ന് പറയുന്നത് അതൊരു പല അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇതാണ് ഒരു അസോസിയേഷൻ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഈ മൾട്ടിപ്ലിസിറ്റി ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒറ്റ സിംഗിൾ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മാത്രമാണെങ്കിൽ 1 and only 1 ആണെങ്കിൽ 1 എന്ന രീതിയിലായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. many to 1 ആണെങ്കിൽ m to n എന്നുള്ള രീതി നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. സ്റ്റാർ റെപ്രസെന്റ് ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ എൻറ്റിറ്റീസ് ഉണ്ട് എന്നുള്ള, ഒന്നിൽ കൂടുതൽ റിലേഷൻഷിപ്സ് ആകാം, അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റൻസിന് ഒന്നിൽ കൂടുതൽ ഇൻസ്റ്റൻസ് ഉണ്ടാകാം എന്നുള്ളതിനെയാണ് ഈ സ്റ്റാർ വെച്ച് ഡിനോട്ട് ചെയ്യുന്ന റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ തന്നെ നമ്മൾ ഇവിടുത്തെ കേസിൽ കണ്ടു, ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് ഒരു കോഴ്സിനെ സംബന്ധിച്ച് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ BCA അല്ലെ BSc അല്ലെങ്കിൽ MS ഏതെങ്കിലും ഒരു കോഴ്സ് നമ്മൾ എടുക്കുന്നു. ആ ഒരു കോഴ്സിനെ സംബന്ധിച്ച് ഒന്നിൽ കൂടുതൽ സ്റ്റുഡൻസ് ആകാം. അതാണ് പറയുന്നത് ഒന്നിൽ കൂടുതൽ സ്റ്റുഡൻസ് ക്യാൻ എൻറോൾ ടു എ കോഴ്സ്. അത് നമ്മൾ പറഞ്ഞു ഒരു ക്ലാസ് സ്റ്റുഡന്റിന്റെ കേസിൽ എടുക്കുവാണെങ്കിൽ ഈ സ്റ്റുഡന്റിനെ സംബന്ധിച്ച് എൻറോൾ ചെയ്തിരിക്കുന്ന ഒന്നിൽ കൂടുതൽ കോഴ്സിലേക്ക് എൻറോൾ ചെയ്യാം. അല്ലെങ്കിൽ കോഴ്സിന്റെ കേസിലാണെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റുഡൻസ് കാണും ഒരു പർട്ടിക്കുലർ കോഴ്സിൽ. ദെൻ നമുക്ക് പിന്നെ വരുന്ന റിലേഷൻഷിപ്പാണ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ഇൻസ്റ്റൻസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോമ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. അതൊരു ഹോൾ പാർട്ട് റിലേഷൻഷിപ്പ് എന്ന് വേണം നമുക്ക് പറയാം. അതായത് മെയിൻ ആയിട്ട് ഒരു ക്ലാസ് ഉണ്ടായിരിക്കും, ആ ഒരു ക്ലാസ്സിന് സപ്പാർട്ടായിട്ട് കുറച്ച് പാർട്ട് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ഒരു ഹോൾ പാർട്ട് റിലേഷൻഷിപ്പ് ആണ് വരുന്നത്. അതിന് ഒരു എക്സാമ്പിൾ നിങ്ങൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ കോമ്പോസിഷന്റെ കേസിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു ഓട്ടോമൊബൈൽ എന്ന് പറഞ്ഞ ഒരു ക്ലാസ് എടുക്കുവാണെങ്കിൽ ഒരു വെഹിക്കിളിനെ സംബന്ധിച്ച് ഒരു ഓട്ടോമൊബൈലിനെ സംബന്ധിച്ച് അവർ എന്തൊക്കെ കാര്യങ്ങൾ വരാം. ക്യാൻ ബി എൻജിൻ ഉണ്ട്, ട്രാൻസ്മിഷൻ ഉണ്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ള ഡിഫറൻഷ്യൽ, അങ്ങനെയുള്ള പല എൻറ്റിറ്റീസ് പല കമ്പോണൻസ് ഫങ്ഷനാലിറ്റീസ് കൂടുന്നതാണ് ഒരു കാർ എന്നാലും ഒരു ഓട്ടോമൊബൈൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമുക്കൊരു കോമ്പോസിഷൻ എന്നുള്ള രീതിയിൽ ഈ രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഹോളായിട്ട് ഈ രണ്ട് കമ്പോണ്ട് എഞ്ചിനും ട്രാൻസ്മിഷനും എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് ഓട്ടോമൊബൈൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാർ എന്ന് പറയുന്ന ഒരു ക്ലാസ് നമുക്ക് ഡിഫൈൻ ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. ഇതിന് നമുക്കൊരു ഹോൾ പാർട്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അപ്പം ഈ ഒരു കാറിന്റെ ഈ ഒരു ഓട്ടോമൊബൈലിന്റെ ഒരു പാർട്ടായിരിക്കും നമ്മുടെ എഞ്ചിനെ എന്ന് പറയുന്നത്, അപ്പോൾ വേറൊരു പാർട്ടായിരിക്കും ട്രാൻസ്മിഷൻ. അത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഹോളായിട്ട് നമുക്ക് കാർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റൻസ് നമുക്ക് കിട്ടുന്നു. അതാണ് ഒരു കോമ്പോസിഷൻ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ.
ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഡയമണ്ട് ഷേപ്പിൽ ഒരു സിമ്പിൾ ആയിരിക്കും. അതുപോലെ തന്നെ അത് ഷെയ്ഡഡ് ആയിരിക്കും. അതാണ് നമ്മൾ കോമ്പോസിഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു ഹോൾ പാർട്ട് റിലേഷൻഷിപ്പ് ആയിരിക്കും കോമ്പോസിഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വരുന്ന ഒരു റിലേഷൻഷിപ്പാണ് അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. അഗ്രിഗേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കണ്ടെയ്നർ റിലേഷൻ എന്ന് പറയും. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഇച്ചിരി മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ഒരു ബാഗിന്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ഒരു ബാഗ് എന്ന് പറയുന്ന ഒരു സ്റ്റോറേജ് ആണ്. ആ ഒരു സ്റ്റോറേജ് സ്പേസിനകത്ത് ഞാൻ കുറച്ച് ബാഗ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണെന്ന് വെച്ചു. ആ ബാഗിന്റെ അകത്ത് എനിക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ കുറച്ച് ആപ്പിൾസ് വേണമെങ്കിൽ എനിക്ക് സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് മിൽക്ക് വേണമെങ്കിൽ അതിൽ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിലും എനിക്ക് അതിൻ്റെ അത് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അതാണ് ഒരു അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. ഒരു കണ്ടെയ്നർ റിലേഷൻഷിപ്പ് ആയിരിക്കും. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇൻസ്റ്റൻസിന്റെ അകത്ത് ഇറ്റ് ക്യാൻ എയ്തർ ഹോൾഡ്, ഏത് കാര്യങ്ങൾ വേണമെങ്കിലും അതിൻ്റെ അകത്ത് ഹോൾഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അതാണ് നമ്മൾ അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിനെ ഒരു കണ്ടെയ്നർ ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് ടോട്ടൽ ആയിട്ട് വരുന്ന ഒരു ക്ലാസ്സിനെ നമുക്ക് ഒരു പേരന്റ് എന്നുള്ള നിലയിൽ അതിനെ ഒരു കണ്ടെയ്നർ ക്ലാസ് എന്ന് പറയും. ഈ കണ്ടെയ്നർ ക്ലാസ്സിന്റെ അകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന എൻറ്റിറ്റീസ് ആയിരിക്കും ഒന്നെങ്കിൽ വേറൊരു സബ് ക്ലാസ് ആയിട്ട് ഒരു ആപ്പിൾ അല്ലെങ്കിൽ ഒരു മിൽക്ക് എന്ന് പറയുന്നതൊക്കെ ആയിരിക്കും കണ്ടെയ്നി എന്ന് പറയുന്നത്. ഈ കണ്ടെയ്നിങ് ക്ലാസ്സസ് ഒന്നിൽ കൂടുതൽ കാണാം. പക്ഷേ കണ്ടെയ്നർ ക്ലാസ് എന്ന് പറയുന്നത് ഒറ്റ ഒരെണ്ണം ആയിരിക്കത്തുള്ളൂ. ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ടായിരിക്കും നമുക്കൊരു കണ്ടെയ്നർ എന്ന് പറയുന്ന ഒരു ക്ലാസ് നമുക്ക് ഡിഫൈൻ ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അഗ്രിഗേഷനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഈ ഒരു ആരോ വരച്ചിട്ട് അതിൽ ആ ഒരു ഷേപ്പിൽ ഈ ഒരു ഇത് ആക്ച്വലി ഒരു റെക്ടാങ്കിൾ ആണ്, ഒരു ടിൽറ്റ് ചെയ്ത ഒരു റെക്ടാങ്കിൾ എന്ന് വേണം നമുക്ക് പറയാം. അതിനെ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നില്ല, അതാണ് അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. നേരെ മറിച്ച് നമ്മുടെ കോമ്പോസിഷൻ ആണെങ്കിൽ അതിനെ ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. അതാണ് തമ്മിലുള്ള വ്യത്യാസം. പിന്നെ നമുക്ക് അതിനകത്ത് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ സ്ട്രോങ് ഫോം ഓഫ് അഗ്രിഗേഷൻ എന്ന് പറയും. അതായത് കമ്പോണൻസ് എന്ന് പറയുമ്പോൾ ഒറ്റ ഒരു ഓർഡർ മാത്രമേ കാണത്തുള്ളൂ അഗ്രിഗേഷന്റെ കേസിൽ. അതായത് എന്താണ് അഗ്രിഗേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റ ഒരു എൻറ്റിറ്റീസ് മാത്രമേ കാണത്തുള്ളൂ. മെയിൻ ആയിട്ട് വരുന്നത് പാർട്ടിലെ ഒറ്റ ഒരു ഓണർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അത് എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ഒരു കാറിന്റെ കേസിലാണെങ്കിൽ എഞ്ചിൻ മാത്രം ഉണ്ടെങ്കിൽ കാർ എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതിന് ബാക്കിയുള്ള ഡിഫറൻഷ്യൽ അല്ലെങ്കിൽ ബാക്കിയുള്ള ടയർ കമ്പോണൻസ് ഫ്യൂൽ ഇഞ്ചക്ഷൻ അങ്ങനെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളോട് എല്ലാം കൂടെ ക്ലിപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് കാർ എന്ന് പറയുന്ന ഒരു ക്ലാസ് നമുക്ക് ഡിഫൈൻ ചെയ്തെടുക്കാൻ സാധിക്കത്തുള്ളൂ, എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അതാണ് അതിന്റെ അഗ്രിഗേഷൻ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. നേരെ മറിച്ച് നമ്മുടെ കോമ്പോസിഷന്റെ കേസിലാണെങ്കിൽ ഒരു പാർട്ടാണ്. അതായത് ഇപ്പോൾ ഒരു ബാഗിന്റെ ഒരു കേസ് നമ്മൾ പറഞ്ഞു. ആ ഒരു ബാഗിനകത്ത് ഒന്നെങ്കിൽ എനിക്ക് മിൽക്ക് അല്ലെങ്കിൽ ആപ്പിൾ വെജിറ്റബിൾ എന്ത് വേണമെങ്കിലും എനിക്ക് ഹോൾഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ബാഗ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റന്റ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതാണ് നമ്മുടെ അഗ്രിഗേഷനും കോമ്പോസിഷനും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ അതിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഒന്നിൽ കൂടുതൽ സബ് ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ ക്ലാസ്സസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. നേരെ മറിച്ച് അഗ്രിഗേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ ഒരു കണ്ടെയ്നർ ക്ലാസ് എക്സിസ്റ്റ് ചെയ്യും. അതാണ് അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. മെയിനായിട്ട് നമ്മൾ എന്താണ് ക്ലാസ് ഡയഗ്രാം എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം ആ കാര്യം നമ്മൾ നോക്കി. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമതായിട്ട് കുറച്ച് റിലേഷൻഷിപ്സ്, അസോസിയേഷൻ എന്താണ്, അതുപോലെ തന്നെ ജനറലൈസേഷൻ എന്താണ്, ഈ കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് നോക്കിയത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ടൈമിൽ തന്നെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ മൂഡിലെ ഡിസ്കഷൻ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.